പാലക്കാട് ബി.ജെ.പിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് നടന്നിരിക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് രാജിവെക്കാൻ ഒരുങ്ങുകയാണ് ദേശീയ കൗൺസിൽ അംഗം അടക്കമുള്ള ചില നേതാക്കൾ. പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ രാജിസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. കൗൺസിലർ കൂടിയായ സാബുവിനെ ബി.ജെ.പി അധ്യക്ഷനാക്കണം എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ധാരണ അനൌദ്യോഗികമായി ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ അട്ടിമറിക്കുകയാണ്. പാലക്കാട് തോൽവിക്ക് കാരണം മറവ് വിഭാഗമെന്നാണ് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 9 കൗൺസിലർമാർ നാളെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് രാജിക്കത്ത് നൽകും. വിമത യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ രാജിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് തെരഞ്ഞെടുപ്പെന്നാണ് പ്രധാന ആക്ഷേപം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുവെന്നും പാലക്കാട്ടെ മുതിർന്ന ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാർ തന്റെ ബിനാമിയെ തിരികെ കയറ്റുന്നു എന്നുമാണ് ആക്ഷേപങ്ങൾ. അതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന ബി.ജെ.പി കൗൺസിലർമാരെ മറുകണ്ഠം ചാടിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. ബി.ജെ.പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ വഴി ചർച്ചകൾ നടക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും വിമത കൗൺസിലർമാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ നഗരസഭ ബി.ജെ.പിക്ക് നഷ്ടമാകും. പാലക്കാട്ടെ ഭരണസമിതിയിൽ ബി.ജെ.പി 28, യു.ഡി.എഫ് 16, സി.പി.എം 7, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് കക്ഷിനില. 9 പേർ രാജിവെക്കുന്നതോടെ ബി.ജെ.പിയുടെ അംഗബലം 19 ചുരുങ്ങും. എങ്കിലും യു.ഡി.എഫും സി.പി.എമ്മും ഒരുമിച്ചില്ല എങ്കിൽ ബി.ജെ.പിക്ക് ഭരണത്തിൽ തുടരാൻ കഴിയും. എന്നാൽ ഈ കൗൺസിലർമാർ രാജിവെക്കാതെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകും. അങ്ങനെ വരാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനിടെ പാലക്കാട്ടെ ബി.ജെ.പിയിലെ പ്രശ്നങ്ങളിൽ അനുനയത്തിന് RSS ഇടപെടില്ലെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൗൺസിലർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൗൺസിലർമാർ രാജിവെക്കുന്നതും തങ്ങൾ RSSനൊപ്പമാണെന്ന് തെളിയിക്കാനാണെന്നും സൂചനയുണ്ട്. അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പോരെയെന്നാണ് സംശയങ്ങൾ.